ഹായ് എൻ്റെ പ്രിയപ്പെട്ട ഗോൾഡൻ ട്രയാങ്കിൾ കൂട്ടുകാർക്ക് ഈ രണ്ടാം വാർഷിക ആഘോഷവേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം നിരന്തരം നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു ഫ്രണ്ട്ഷിപ്പും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സെലിബ്രേഷൻ്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ നാട്ടിലായിപ്പോയി. അതുകൊണ്ട് നാട്ടിൽ നിന്നും എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എടുത്തു പറയേണ്ടുന്ന 2-3 കാര്യങ്ങൾ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലീഡർഷിപ്പുള്ള അനീഫ്ച്ച. ഒരു സ്ഥാപനത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേര്, പുറത്ത് നിൽക്കുന്ന കുറച്ച് പേരാണ്. പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി, ഒരു സമ്മർദ്ദവും കൂടാതെ, ഒരു സമ്മർദ്ദം തരാതെ സ്റ്റാഫിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുക. പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം, സ്റ്റാഫിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് വർക്ക് ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു റെസ്റ്റും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് റെസ്റ്റോറൻറ്റ്. അതേ സമയം തന്നെ കസ്റ്റമറോട് മുഷിഞ്ഞ് സംസാരിക്കാതെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഹാപ്പിയായി സംസാരിച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസ് ആയിട്ട് അവർ നിലനിൽക്കുകയും ചെയ്യുള്ളൂ. നിങ്ങൾ ഇത്രയും 2 വർഷം സക്സസ് ആകാൻ കാരണം അവിടെയുള്ള സ്റ്റാഫിൻ്റെയും നിങ്ങളെ നയിക്കുന്ന ലീഡർഷിപ്പുള്ള പ്രത്യേകിച്ച് അനീഫ്ച്ച അവരുടെ ക്വാളിറ്റിയും കൂടിയാണ്. ഒരാൾ വരുമ്പോൾ അവർക്ക് രണ്ടാമത് വരാൻ തോന്നുന്നത് നിങ്ങളുടെ പെരുമാറ്റം, എപ്പോഴും ചിരിച്ചു കൊണ്ടുള്ള പെരുമാറ്റം, അത് തന്നെയാണ് നിങ്ങളുടെ സക്സസ്. ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കുന്നതിൽ ഉപരി അത് സർവ് ചെയ്യുമ്പോഴുള്ള ഹാപ്പിനെസ്, അത് സർവ് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരി, അതൊക്കെ തന്നെയാണ് കസ്റ്റമറെ 2 വർഷം നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിച്ചതും ആ ഉള്ള കസ്റ്റമറെ നിലനിർത്താൻ സഹായിച്ചതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാവിലെ ഒരു ചായ കുടിക്കാൻ വരുമ്പോഴും, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു ചായ കുടിക്കാൻ വരുമ്പോഴും, ഒരു ചായക്ക് ഉപരി നിങ്ങളൊക്കെ കണ്ട് സംസാരിക്കുക, നിങ്ങളുടെ സൗഹൃദം പുതുക്കുക, പങ്കുവെക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതോടൊപ്പം ആ മനോഹരമായ ചായ കൂടി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും വളരെ ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങളെ കാണുമ്പോൾ ഏതൊരു മുതലാളിമാർക്കും ഏതൊരു ഫീൽഡിലുള്ളവർക്കും അസൂയ തോന്നുന്ന ഒരു ആളുകൾ തന്നെയാണ് നിങ്ങൾ. ഈ സൗഹൃദവും സന്തോഷവും ദീർഘകാലം നിലനിർത്തുക. അതോടൊപ്പം ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ മുതലാളി തൊഴിലാളികളോടുള്ള സമീപനമാണ്. ആ സമീപനമാണ് അനീഫ്ച്ചയെ പോലുള്ള ആളുകളെ ഹൈലൈറ്റായി നിലനിർത്തുന്നത്. നിങ്ങളുടെ വിജയം അതുകൂടിയാണ് എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ലെങ്കിലും നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.